സതീശന്റെ അവസാന അടവും പാളി, പ്രതിഷേധ പ്രകടനവും ഏറ്റില്ല. സതീശന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നിർണായകമായ 3 നീക്കങ്ങളാണ് ഉണ്ടായത്. തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കാൻ വേണ്ടി അദ്ദേഹം ഇന്നിറക്കിയ 3 അടവുകളും ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യമായി അദ്ദേഹം പറഞ്ഞത് AICC നിരീക്ഷകരായിട്ടുള്ള മുകുൾ വാസ്നിക്കിന്റെയും അജയ് മാക്കന്റെയും മുൻപാകെ അദ്ദേഹം വെച്ച ആദ്യത്തെ ഉപാധി എന്ന് പറയുന്നത് MLA-മാരെ നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോൾ നിങ്ങളുടെ കൂടെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു സതീശൻ വെച്ച ആദ്യത്തെ ഉപാധി. ആ ഉപാധി മുകുൾ വാസ്നിക്കും അജയ് മാക്കാനും തള്ളിക്കളഞ്ഞു. അതോടുകൂടി സതീശന്റെ ആദ്യത്തെ നീക്കം പാളി. രണ്ടാമത് സതീശൻ ഇറക്കിയ സമ്മർദ്ദ തന്ത്രമാണ് തന്നെ മുഖ്യമന്ത്രി ആക്കിയില്ല എങ്കിൽ മന്ത്രിസഭയിലേക്ക് താനില്ല എന്നുള്ളത്. അതും ഈ 2 പേരും തള്ളിക്കളഞ്ഞു. അതോടുകൂടി സതീശന്റെ രണ്ടാമത്തെ രാഷ്ട്രീയ സമ്മർദ്ദ നീക്കവും പാളി. മൂന്നാമത്തേത് അറ്റക്കൈക്ക് സതീശൻ ഇറക്കിയ സമ്മർദ്ദതന്ത്രമാണ് അണികളെ തെരുവിലിറക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ ജില്ലകളിലും സതീശൻ അനുകൂലികളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഇന്ന് വൈകുന്നേരം തനിക്ക് അനുകൂലമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണമെന്നുള്ള ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ എറണാകുളത്ത് മാത്രമാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. ബാക്കി എല്ലായിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ പാളി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഇരിട്ടയിൽ 5 മണിക്ക് പ്രതിഷേധ പ്രകടനത്തിന് ഇത്തരത്തിൽ വാട്സാപ്പ് വഴി ആഹ്വാനം നൽകിയെങ്കിലും 5 മണിക്ക് ഇരിട്ടിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇരിട്ടി ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിക്കുക, അവിടെ നിന്ന് പ്രതിഷേധ പ്രകടനം നടത്തണം എന്നായിരുന്നു വാട്സാപ്പ് വഴിയുള്ള സതീശൻ അനുകൂലികളുടെ ആഹ്വാനം. എന്നാൽ ഈ ആഹ്വാനം ചെവിക്കൊള്ളാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു ആഹ്വാനം എന്ന് പറയുന്നത് KC വേണുഗോപാലിന്റെ ജന്മനാടായ പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തണമെന്നായിരുന്നു ആഹ്വാനം. അവിടെയും പ്രതിഷേധ പ്രകടനം ഇതുവരെ കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, കോഴിക്കോട് ഇന്ന് രാത്രി 8 മണിക്ക് നഗരത്തിൽ പ്രകടനം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വാട്സാപ്പ് വഴി. അവിടെയും പ്രതിഷേധ പ്രകടനം നടക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. KM അഭിജിത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണമെന്നുള്ള സതീശന്റെ ആഹ്വാനം വന്നിരിക്കുന്നത്. സതീശൻ നേരിട്ടല്ല ഇക്കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സതീശനെ അനുകൂലിക്കുന്നവർ വഴിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ എറണാകുളം നെട്ടൂരിലൊഴികെ ബാക്കി എല്ലായിടത്തും തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ പാളുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അണികളെ തെരുവിലിറക്കിക്കൊണ്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രം കൂടി പാളുകയാണ് സതീശന്റെ. അങ്ങനെ ഇന്നത്തെ 3 രാഷ്ട്രീയ നീക്കങ്ങളും സതീശന് പാളുകയാണ്. സതീശനെ ഇന്ന് അനുകൂലിച്ചുകൊണ്ട് അജയ് മാക്കാന്റെയും മുകുൾ വാസ്നിക്കിന്റെയും മുൻപാകെ എത്തിയത് വെറും 6 MLA മാത്രമാണെന്ന് നമുക്കറിയാൻ കഴിയുന്നു. ഈ 6 MLA-മാരുടെ പിന്തുണ മാത്രമാണ് സതീശന് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി സതീശൻ നടത്തിയിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനങ്ങളും പാളിയിരിക്കുകയാണ്. ഇനി എന്താണ് സതീശന്റെ അടുത്ത നീക്കമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.